ഇപ്പോൾ എമിലിയുടെ ശരീരം അഴുകാൻ ആരംഭിച്ചു. ശരിക്കും പറഞ്ഞാൽ എമിലി മരിച്ചുപോയില്ലേ? ഈ ശരീരത്തിൽ ഡ്രേക്കിന്റെ ആത്മാവല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഡ്രേക്ക് സാധാരണ ഇങ്ങനെ ശരീരം അഴുകാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ആന്റിബയോട്ടിക്സോ ഡ്രഗ്സോ എന്തെങ്കിലും എടുത്ത് കഴിക്കും. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ശരീരം അഴുകുന്നത് നിൽക്കും. പക്ഷേ ഇപ്പോൾ ശരീരം അഴുകാൻ തുടങ്ങി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഫ്രിഡ്ജിൽ മരുന്നുണ്ടോ എന്ന് നോക്കും. ഒന്നുമില്ല. എന്താ ചെയ്യുക? ഇത് അഴുകാൻ തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പുറത്ത് ആരോ കോളിംഗ് ബെൽ അടിക്കും. ഡ്രേക്ക് പോയി ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് പോലീസുകാരനാണ്. കുറച്ച് നേരം മുന്നേ എമിലിയുടെ ഹസ്ബൻഡ് പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ പോലീസ് അന്വേഷിക്കാൻ അവിടെ എത്തിയതാണ്. ഇപ്പോൾ പോലീസ്, ഹായ് മാഡം, എന്റെ പേര് റോസ്, നിങ്ങൾ എപ്പോഴാണ് എത്തിയത് എന്നൊക്കെ ചോദിക്കും. ഡ്രേക്ക് അവന്റെ കൈ മറയ്ക്കാൻ തുടങ്ങും. കൈ അഴുകിയത് പോലീസ് കാണാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ റോസ്, ഞാൻ ഉള്ളിൽ കയറിക്കോട്ടെ എന്ന് ചോദിക്കും. എമിലിയും ആ കയറിക്കോ എന്ന് പറഞ്ഞ് അയാളെ ഉള്ളിൽ കയറ്റും. എമിലിയുടെ മനസ്സിൽ മുയൽ തന്നെത്താനെ കെണിയിൽ വീഴാനുള്ള പരിപാടിയാണ് എന്നാണ്. അയാൾക്ക് കോഫിയൊക്കെ ഇട്ട് കൊടുത്ത് ഡ്രേക്ക് അയാളുടെ എടുത്തിരുന്ന് അയാളെ നൈസായി ട്യൂൺ ചെയ്യാൻ നോക്കും. അയാളുടെ കയ്യിൽ ഡ്രേക്ക് കയറി പിടിക്കും. അപ്പോൾ ആ പോലീസുകാരൻ അടിച്ചു മോനെ ലോട്ടറി എന്ന രീതിയിലാവും. പക്ഷേ ഡ്രേക്ക് അയാളുടെ രണ്ട് കൈയും പിടിച്ച് ഹോൾഡ് ചെയ്യുമ്പോൾ ആ പോലീസുകാരൻ ഷോക്ക് അടിച്ച പോലെ വിറയ്ക്കാൻ തുടങ്ങും. അങ്ങനെ പോലീസുകാരന്റെ മുഖം മൊത്തത്തിൽ അഴുകാൻ തുടങ്ങും. ഇപ്പോൾ ആ പോലീസുകാരൻ അവിടെ നിൽക്കുന്നുണ്ടാകും. ശരിക്കും അത് ഡ്രേക്കാണ്. ഡ്രേക്ക് ഇപ്പോൾ റോസിന്റെ രൂപം എടുത്തിരിക്കുകയാണ്.